ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എന്നത്തെ പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫാണ്. ഗുജറാത്തിലെ ഞങ്ങളുടെ ഒരു ദിവസം. അപ്പോൾ രാവിലെ എൻ്റെ കൂടെ തന്നെ ഇവൻ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഏട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഏട്ടൻ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു മോനെ എല്ലാം എടുത്ത് വെക്ക്, നമുക്ക് തുടക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ രാത്രി ഞാൻ ഓൾറെഡി അടിച്ച് വാരി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ രാത്രി എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങളെല്ലാം ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവനിത് വൃത്തിയായി കണ്ടത് ഇവന് തീരെ സഹിക്കാത്തതുകൊണ്ട് ഇവരെല്ലാം ചെരിഞ്ഞിട്ട് പിന്നെ രാത്രി ഇനി പിന്നെയും എനിക്ക് വയ്യാന്ന് വെച്ചിട്ട് മെനക്കേടല്ലേ രാവിലെ തുടക്കുമ്പോൾ എടുത്ത് വെക്കാന്ന് വെച്ചിട്ട് ലേറ്റായി കിടക്കുമ്പോൾ ലേറ്റായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഇതെല്ലാം എടുത്ത് വെക്കാൻ ഓനോട് പറഞ്ഞിട്ട് ഓനെല്ലാം എനിക്ക് സഹായിച്ചിരുന്നുണ്ട്. ഓന് മെയിനായിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട്, കളിക്കുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തരംതിരിച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അധികം കളിക്കാത്ത കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തിട്ട് ബക്കറ്റിലിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് മാറ്റി വെച്ച് തന്നപ്പോൾ ഞാൻ തുടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തുടക്കാൻ പറ്റൂല, ഇവൻ്റെ കളി അധികമായാൽ പിന്നെ തുടക്കാനൊന്നും വിടൂല. ഇവന് തുടക്കുന്ന സമയത്ത് നിലത്ത് വെള്ളം ഉണ്ടാകുമ്പോൾ അതിൽ ഊരി കളിക്കുന്ന ചെറിയൊരു പരിപാടി ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എടുത്തിട്ട് എല്ലാം തുടച്ച് വെക്കുന്നത്. അപ്പോൾ എൻ്റെ കെട്ടിയോനെ സമാധിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയോൻ്റെ മേത്ത് കയറി തുള്ളുന്നതാണ്. അപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല, അതിനാണ് ഉറങ്ങാൻ അങ്ങ് കൂട്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അപ്പുറത്തകത്ത് പോയിട്ട് കിടന്ന് മറ്റേ റൂമിൽ പോയിട്ട് വാതിലെല്ലാം അടച്ച് കിടന്നിട്ട് ഇവനിപ്പുറത്ത് ഡോറയെല്ലാം വെച്ച് കൊടുത്ത്. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഞാൻ തലേന്നത്തെ പാല് രാവിലെ പാൽപ്പാടെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് പാല് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പിന്നെ വെണ്ണയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം പാൽപ്പാടെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് വെണ്ണ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അധിക ദിവസവും തലേന്നത്തെ പാല് ഒരു 1.5 ഗ്ലാസ് ബാക്കി ഉണ്ടാവും രാവിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ 1 ലിറ്റർ പാല വാങ്ങില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഗ്ലാസ് പാലെങ്കിലും രാത്രി ആകുമ്പോഴത്തേക്ക് ബാക്കി ഉണ്ടാവും. അപ്പോൾ രാത്രി ചൂടാക്കിയിട്ട് രാവിലെ അതിൻ്റെ പാൽപ്പാട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൽ ചൂടാക്കിയിട്ട് കൽക്കണ്ട് ഇട്ടിട്ട് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കലാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്ന് രാവിലെ പാല് വരും, 7:30 പാല് വരും, ആ പാല് കാച്ചി വെക്കുക. അപ്പോൾ അതങ്ങനെ കുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് പിന്നെ നേരെ ചായൻ്റെ കടിയാക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത്. ഞാൻ അതിലിടക്ക് നേരെ വെണ്ണേൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. രാത്രി ഒഴിച്ച് വെച്ച വെള്ളം മാറ്റിയിട്ട് വേറെ നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി പിന്നെ അതിൻ്റെ പുളിപ്പെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുന്തിരിക്ക ഇട്ടിട്ടൊന്ന് പുകച്ചിട്ടുണ്ട്. നമ്മളിത് വാങ്ങിയ തേങ്ങേൻ്റെ ചേരി തന്നെ എടുത്തിട്ട് ഇട്ടിട്ട് പുകച്ച് വെച്ചതാണ്. ചില സമയം എനിക്ക് ഓരോ മൂഡ് പോലെയാണ്. ഒരു ദിവസം കുതിരക്കം കത്തിച്ചേക്കും, അല്ലെങ്കിൽ ഒരു ദിവസം ചന്ദനത്തിരി കത്തിച്ചേക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കത്തിക്കൂല. അത് ഓരോരോ ആ സമയത്ത് ഒരു ഭ്രാന്ത് പോലെ ഇരിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇന്ന് കല്ലുമ്മൽ ഗോതമ്പിൻ്റെ ഒറോട്ടി ആക്കാന്ന് വെച്ചിട്ടാണല്ലേ. അതിന് ഞാൻ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ, പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളകൊന്നും ഇട്ടില്ല. അപ്പോൾ ഓന് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലാക്കിയിട്ടുള്ള വെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുന്നേലാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ വെണ്ണ ആക്കി വെച്ചത് കൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ഓന് വേണ്ടിയിട്ട് വെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പ്ലേറ്റിൽ മുറിച്ചിട്ടിട്ട് ഓന് കൊടുത്തിട്ടുണ്ട് തിന്നിട്ട്. പിന്നെ ഞാനിതിൻ്റെ കൂടെ കറിയാക്കി. ഇതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയായത് ഉള്ളിയും തക്കാളിയും കൂടിയിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് മുളകിട്ടത്. ഉള്ളിയും തക്കാളിയും മുളകിട്ട കറി നല്ല ടേസ്റ്റ്. എനിക്കിത് നല്ല കോമ്പിനേഷനായി തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഒറോട്ടിയും അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ കൊഴുക്കട്ടെല്ലാം കൂടിയിട്ട് അങ്ങനത്തെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതെല്ലാം തിന്നു കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് കയറി ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ആക്കുന്നുണ്ട്. അപ്പോൾ വേഗം ആക്കുന്നുണ്ട് ഞാൻ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ അലക്കിയിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും ഏട്ടന് നൈറ്റ് തന്നെയാണ്. നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് കിടന്ന്. അപ്പോൾ ഇന്നും നൈറ്റ് തന്നെയാണ്. ഞാൻ ആദ്യം വറവാക്കുക ചെയ്യുക. ഫസ്റ്റ് വറവാക്കിയിട്ട് പിന്നെ കറി വെച്ച് ചോറ് വെക്കും, അല്ലെങ്കിൽ വറവാക്കിയിട്ട് ചോറ് വെച്ച് ലാസ്റ്റ് കറി വെക്കും. എങ്ങനെയായാലും ഞാൻ വറവ് ഫസ്റ്റ് ആക്കി വെക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തേക്ക് ഉച്ചക്കേക്കുള്ളത് കായ വറവാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും തലേന്നത്തെ വെണ്ണ ആക്കിയത് കൊണ്ട് കുറച്ച് മോരുണ്ടേനും, ബാക്കി ഐസും കട്ടിലാക്കിയോണ്ട് അധികം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നല്ല കട്ടിയായിട്ടുള്ള മോരാണ്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് മോര് കുടിക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് നല്ലോണം കുത്തി 2 നീരെടുത്തിട്ട് കുറച്ച് മോരാക്കിയിട്ട് ഒഴിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആക്കിയിട്ട് ഞാൻ അങ്ങനെ മോര് കിട്ടിയിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. ഇത് ഐസും കട്ടിൽ ഇട്ടുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ഒഴിച്ച് കുടിച്ച് നോക്കിയാണ്. അപ്പോൾ രസം ഉണ്ടേനും. ഏട്ടൻ ഉറങ്ങുന്നതുകൊണ്ട് ഏട്ടൻ അന്നേരം കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യം കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എണീച്ചപ്പോൾ ഏട്ടനെ കൊടുത്ത് ഐസും കട്ടിയിട്ട് ആക്കിയോണ്ട് നല്ല കട്ടിക്കുള്ള വെണ്ണ കിട്ടിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ പിന്നെ ഞാനത് വെണ്ണ ഉരുക്കിയെടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. മറ്റുള്ള വീഡിയോസ് എല്ലാം ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. താങ്ക്